നമ്മുടെ ക്വസ്റ്റ്യൻ ഇഫ് എപ്സിലോൺ ഇ ആൻഡ് ടി റെപ്രസെൻറ്റ് ഫ്രീ സ്പേസ് പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ടൈം റെസ്പെക്റ്റീവ്ലി, then the unit of E epsilon E by T will be. അപ്പോൾ നമുക്ക് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിൽ മേ ബി എല്ലാത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല നേരിട്ട് അറിയുമെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് എഴുതിയിട്ട് ഈ ന്യൂമറിക്കൽ സോൾവ് ചെയ്യാം. അതല്ല നമുക്ക് യൂണിറ്റുകൾ അറിഞ്ഞ് യൂണിറ്റ് വെച്ചിട്ട് ഡയമെൻഷനിലേക്ക് പോവാം. അതെങ്ങനെയാണോ നമുക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് കൂളുംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ഇത് നമുക്ക് വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ε0 തിരിച്ചെഴുതുമ്പോൾ നമുക്ക് Q1 Q2 by എന്ന് വരും FR സ്ക്വയർ. 4πε0 4π എന്നുള്ള ടേം അവിടെ നിൽക്കും, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം. അടുത്തത് നമുക്ക് ഉള്ളത് ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് F/Q ആണ്, ഫോഴ്സ് ബൈ ചാർജ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളുംബാണ്. ശരിയല്ലേ? ടൈം നമ്മൾ ടി തന്നെയാണ് ഡയമെൻഷനലി, അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് സെക്കൻഡ് ടൈമിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇ മീൻസ് പെർമിറ്റിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ബൈ ടി. നമുക്ക് എഴുതി നോക്കാം. കൂളുംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കൂളുംബ്, ടൈമിന് സെക്കൻഡ്, ടി റെപ്രസെന്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളുംബ് സ്ക്വയർ ഒരു കൂളുംബും ക്യാൻസൽ ചെയ്യാം. ന്യൂട്ടൺ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഒരു ന്യൂട്ടൺ യൂണിറ്റ് എഴുതുമ്പോൾ മീറ്റർ സ്ക്വയർ, ഡയമെൻഷനലി എഴുതാം നമുക്ക്. കൂളുംബ് എന്താണ്? AT ആണ്. Q is equal to IT, കൂളുംബ് AT. ദെൻ താഴെ ആരുണ്ട്? മീറ്റർ സ്ക്വയറിൻ്റെ, അപ്പോൾ L സ്ക്വയർ, സെക്കൻഡിന് T ഡയമെൻഷനലി. അപ്പോൾ നമുക്ക് ടിയും ടിയും ക്യാൻസൽ ചെയ്യും. L raised to -2 വരും. A എന്ന് പറയുന്നത് ആംബിയർ ആണ്, L raised to -2, മീറ്റർ raised to -2. അപ്പോൾ ആംബിയർ മീറ്റർ raised to, അല്ലെങ്കിൽ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ, ആംബിയർ മീറ്റർ raised to -2. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് നേരിട്ട് എപ്സിലോണിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അറിയാം, ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടി. ഇത് നേരിട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാം. അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് ആണ്, യൂണിറ്റ് വെച്ചോ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല വെച്ചോ നമുക്ക് ചെയ്യാം. ആൻസർ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ.